friends, welcome to my channel. നമുക്ക് ഇന്ന് പിസ്സ ഹട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ സലാഡ് ഉണ്ടാക്കിയെടുക്കാം. ഞാനത് എന്റെ സ്റ്റൈലില് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാല് ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം തന്നെ 2 കപ്പ് മക്രോണി ഉപ്പും അല്പം ഓയിലും ഒഴിച്ചിട്ട് പുഴുങ്ങിയെടുത്തിട്ട് വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് വെക്കുക. അത് നന്നായി തണുത്തതിന് ശേഷം വേണം സലാഡ് ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഇനി നമുക്ക് 2 ഡ്രസ്സിങ് ആദ്യം തയ്യാറാക്കിയെടുക്കണം. അതിന് ആദ്യത്തെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂണ് മയോണീസ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നിറച്ച് മയോണീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 3 ടേബിൾ സ്പൂണ് തൈര്, 3-4 ടേബിൾ സ്പൂൺ എടുക്കാം. 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, ഒരു ചെറിയ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്. അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ വെളുത്തുള്ളി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടയെല്ലാം ഉടച്ചതിന് ശേഷം ഒരു ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കാം. 1 ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായി കിട്ടണം ഇത്. ഇതാണ് ഒരു ഡ്രസ്സിങ്. ഇനി അടുത്ത ഡ്രസ്സിങ്ങിനുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂണ് ഹോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുക. ചില്ലി സോസ് ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഒരു 3 ടേബിൾ സ്പൂണ് മയോണീസ്, ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായി ഇളക്കിയെടുക്കുക. ഇത് പാലിന് പകരം നമുക്ക് ഫ്രഷ് ക്രീമും ചേർത്തെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കാം. ഇതിലേക്ക് ചേർക്കണ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ബാക്കി പാലും കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് ഫുള്ള് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് മക്രോണി ഇട്ട് കൊടുക്കുക. അത് നിരത്തി വെക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പിലുള്ള മക്രോണി ആണെങ്കിലും ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ്. ഇനി അതിന് മുകളിൽ കുറച്ച് കാബേജ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അല്പം മുന്തിരി, അല്പം മാങ്ങ ഓപ്ഷനിലാണ്. ഞാനിതെനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. നിങ്ങൾക്ക് മാങ്ങ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. കുറച്ച് കുക്കുമ്പർ, കുറച്ച് ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിൽ റെഡ്, യെല്ലോ അങ്ങനെ കളർ ചേഞ്ച് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അല്പം അനാറ്, അല്പം കോണ്, ഒരു 4 ടേബിൾ സ്പൂൺ കോൺ എടുത്താൽ മതി. ഇത് ഫ്രോസൺ കോണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിൽ നമുക്ക് ഡ്രസ്സിങ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം.
2 ഡ്രസ്സിങ്ങും അല്പാൽപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ കുറച്ചും കൂടെ മക്രോണി ഇട്ട് കൊടുക്കുക. താഴത്തെ ലെവലിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്ത് വെച്ചത് ഫുള്ള് ഇടണമെന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്പം കേബേജ്, അനാറ് ഞാൻ ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കുമ്പർ ഞാൻ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം കോണ്. ഇനി നമുക്ക് ബാക്കി ഡ്രസ്സിങ് ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. മുകളിൽ ഡ്രസ്സിങ് ഒഴിച്ചു കൊടുക്കുക. നോമ്പ് തുറക്കണ നേരത്ത് ഈ ഫ്രൈ ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ സാലഡുകളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. ഒരു ബൗള് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്ക് ഒന്നുമില്ല. ഡ്രസ്സിങ് ഫുള്ള് നമുക്ക് ഇതിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബൗളിലാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. മുകളിൽ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള മക്രോണിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കണ്ട, അപ്പോൾ സലാഡും മക്രോണിയും നമ്മളെ ഡ്രസ്സിങ്ങും എല്ലാം നല്ല ഒരേ ലെവലിൽ മിക്സായി കിട്ടും. ഇനി ഇത് കുറച്ച് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മക്രോണിയും വെജിറ്റബിൾസും എല്ലാം കിട്ടത്തക്ക രീതിയിൽ വേണം സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ. ഇനി ഇത് നമുക്ക് അനാർ ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഡ്രൈ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഗാർണിഷ് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നവരെ ബൈ.